ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിൽ പഞ്ചാബ് കിങ്സിനെതിരെ നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ. തുടർച്ചയായ 3 മത്സരം തോറ്റ ക്ഷീണത്തിലെത്തിയ രാജസ്ഥാനായി നായകൻ സഞ്ജു കസറുമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 15 പന്തിൽ 18 റൺസ് നേടിയാണ് സഞ്ജു മടങ്ങിയത്. പുറത്തായ ഷോട്ടാണ് ഏറ്റവും നിരാശപ്പെടുത്തുന്നത്. നഥാൻ ഇല്ലിസിന്റെ അല്പം ബൗൺസ് നിറഞ്ഞ പന്തിൽ ബാറ്റ് വെച്ച സഞ്ജുവിന് പിഴച്ചു. രാഹുൽ ചഹാറിന് അനായാസ ക്യാച്ച് നൽകി സഞ്ജു മടങ്ങി. 2020 ലോകകപ്പ് വരാനിരിക്കെ സഞ്ജുവിൽ നിന്ന് വലിയ പ്രകടനം ഏവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതായി മാറിയിരിക്കുകയാണ്. നായകന്റെ ഇന്നിംഗ്സ് കളിക്കാൻ ശ്രമിച്ചാണ് സഞ്ജു വിക്കറ്റ് തുലയ്ക്കുന്നത്. പൊതുവെ കടന്നാക്രമിക്കുന്ന ബാറ്റിംഗ് ശൈലിയാണ് സഞ്ജുവിൻ്റേത്. എന്നാൽ ഇത്തവണ പതിയെ തുടങ്ങി കടന്നാക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അത് വലിയ സ്കോറാക്കി മാറ്റാൻ സഞ്ജുവിന് സാധിക്കാതെ പോയി. അവസാന മത്സരങ്ങളിലെല്ലാം ഈ പിഴവാണ് സഞ്ജുവിനെ വേട്ടയാടുന്നത്. എന്നാൽ ഈ സീസണിൽ 500 റൺസ് പൂർത്തിയാക്കാൻ സഞ്ജുവിന് സാധിച്ചു. പല സീസണുകളിലും സഞ്ജുവിന്റെ സ്ഥിരത വലിയ പ്രശ്നമായിരുന്നു. ഇത്തവണത്തെ IPL സീസണിൽ പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും നടത്താൻ സഞ്ജുവിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവസാന 3 മത്സരവും തോറ്റ രാജസ്ഥാൻ പഞ്ചാബിനെതിരെ അഭിമാന ജയം തേടിയാണ് ഇറങ്ങിയത്. ജോസ് ബട്ട്ലറിന് പകരം യശസ്വി ജയ്സ്വാളും ടോം കോൾഹർ കാട്ട്മോറും ചേർന്നാണ് രാജസ്ഥാനായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ആദ്യ പന്തിൽ ബൗണ്ടറി പറത്തിയ ജയ്സ്വാൾ ആദ്യ ഓവറിൽ തന്നെ മടങ്ങി. സാം കരന്റെ പന്തിൽ ക്ലീൻ ബൗൾഡായാണ് ജയ്സ്വാൾ പുറത്തായത്. കാട്ട്മോർ പ്രതീക്ഷ നൽകുന്ന ഷോട്ടുകൾ കളിച്ചുവെങ്കിലും വലിയ സ്കോറിലേക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 23 പന്തിൽ 2 ഫോറും 1 സിക്സും ഉൾപ്പെടെ 18 റൺസാണ് അദ്ദേഹം നേടിയത്. യശസ്വി ജയ്സ്വാൾ ഈ സീസണിൽ ഒരു സെഞ്ചുറി പ്രകടനം നടത്തിയത് ഒഴിച്ചാൽ നിരാശപ്പെടുത്തുന്ന ബാറ്റിംഗ് പ്രകടനമാണ് മറ്റു മത്സരങ്ങളിൽ കാഴ്ചവെച്ചത്. 2020 ലോകകപ്പിൽ ഇന്ത്യ ഓപ്പണറായി പരിഗണിക്കുന്ന ജയ്സ്വാളിന്റെ സമീപകാല പ്രകടനങ്ങളൊന്നും ആശ്വസിക്കാൻ വക നൽകുന്നതല്ല. പ്ലേ ഓഫിൽ രാജസ്ഥാൻ സീറ്റുറപ്പിച്ചു. എന്നാൽ ആദ്യ പാദത്തിലെ മികവ് രണ്ടാം പാദത്തിൽ രാജസ്ഥാന് ആവർത്തിക്കാനാവാത്തത് ടീമിന് വലിയ തലവേദനയായി മാറിയേക്കും. ജോസ് ബട്ട്ലറുടെ അഭാവം രാജസ്ഥാന് തിരിച്ചടിയാകുമെന്ന് നിസ്സംശയം പറയാം. സഞ്ജു സാംസൺ പഴയ വെടിക്കെട്ട് ശൈലിയിലേക്ക് മാറേണ്ടത് രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. അല്ലാത്തപക്ഷം പ്ലേ ഓഫിലടക്കം രാജസ്ഥാൻ നിരാശപ്പെടുത്താനാണ് സാധ്യത. നിലവിലെ ടീമിന്റെ പ്രകടനം ആത്മവിശ്വാസത്തോടെയല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടീം എന്ന നിലയിൽ ഒത്തിണക്കമില്ലാതെയാണ് ഇപ്പോൾ രാജസ്ഥാൻ കളിക്കുന്നത്. ഇതാണ് ടീമിന്റെ തുടർ തോൽവികൾക്ക് കാരണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ.